உனக்கு விரோதமாய் உருவாக்கப்படும் எந்த ஆயுதமும் வாய்க்காதே போகும். ஏசாயா 54:17. No weapon that is formed against thee shall prosper. Isaiah 54:17. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே இந்த காலை வேளையில் காட் கூசிஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த 9வது மாதத்திலே தேவ செய்தியை கேட்கிற ஒவ்வொரு தேவ பிள்ளையையும் கர்த்தர் மேன்மேலும் ஆசீர்வதிப்பாராக. அவருடைய கண்கள் நம்மேல் நோக்கமாயிருக்கிறது. அவர் நம்மோடு பண்ணின சகல வாக்குத்தத்தங்களையும் உடன்படிக்கைகளையும் நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். அதை அப்படியே விசுவாசிப்போம். இந்த மாதத்திலே தேவனாகிய கர்த்தர் தம்முடைய வார்த்தையை நமக்கு நிறைவேற்றி அவருடைய மகிமையை நம்மேல் காண பண்ணுவார். இதை கேட்கிற ஒவ்வொருவரும் எதிர்பார்ப்புடன் அவருடைய வார்த்தைகளுக்கு கீழ்ப்படிந்து காத்திருப்போம். தேவனாகிய கர்த்தர் தாமே இந்த மாதத்திலும் அவருடைய வார்த்தையை அனுப்பி நம் மத்தியில் பெரிய காரியங்களை செய்வாராக. ஆமென். സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി കാണാനും സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ശ്രേഷ്ഠ ദൈവമക്കളോടൊപ്പം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഒരു സാക്ഷിയായി ഒരിക്കൽ കൂടെ ദൈവമക്കളുമായി ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരു വിലപ്പെട്ട അവസരം കൂടി നൽകിയെന്ന് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ പൊന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗോഡ് മിനിസ്ട്രിക്കായി മിനിസ്ട്രിയുടെ സ്ഥാപകനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, കൂടെ ആയിരിക്കുന്ന കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാരോടുള്ള ഹൃദയംഗമായ സ്നേഹത്തെ അർപ്പിക്കുന്നു. ഈ പകൽക്കാലം അല്പസമയത്തെ ചിന്തയ്ക്കായി ആധാരമായി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന തിരുവചന ഭാഗത്തിലേക്ക് നമ്മുടെ വിലപ്പെട്ട ശ്രദ്ധകൾ തിരിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സ്തോത്രം. 2 ശമൂവേലിൻ്റെ പുസ്തകം, 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. സ്തോത്രം. അവരവിടെ നിന്ന് ഇളകിപ്പോകാതെ ഞാൻ അവരെ അവിടെ നട്ട് അവരെ പാർപ്പിക്കും. പണ്ടത്തെ പോലെ ഇനി ശത്രു അവരെ ഉപദ്രവിക്കുകയില്ല. ന്യായാധിപന്മാരുടെ കാലത്ത് ഞാൻ അവർക്ക് ന്യായാധിപന്മാരെ ആക്കി വെച്ചതുപോലെ ഞാൻ അവരോട് കൂടെ ഇരിക്കും. സ്തോത്രം. വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്തോത്രം. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന്, അതെ, ഞാൻ എന്ന വാക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമുള്ളതാണ്. ഞാൻ എന്ന അവകാശമുള്ളത് ആരെ എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. ഇന്ന് മനുഷ്യനെ ലോകത്തിൽ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മനുഷ്യൻ എവിടെയും അവകാശം പറയുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. സ്തോത്രം. ഒരു ഭരണം കൈ കിട്ടുമ്പോൾ, ഒരു അധികാരം കൈ കിട്ടുമ്പോൾ, കുറച്ച് കാശ് വരുമ്പോൾ, ഒരു നല്ല വീട് വയ്ക്കുമ്പോൾ, ഒരു നല്ല സ്തോത്രം ജോലി ലഭിക്കുമ്പോൾ, ഒരു നല്ല പദവിയിലേക്ക്, ഒരു നല്ല പൊസിഷനിലേക്ക് മനുഷ്യൻ എത്തുമ്പോൾ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഇതെല്ലാം ലഭിച്ചു. ഒടുവിൽ മനുഷ്യൻ ഒന്നുമല്ലാതെ പോകുമ്പോൾ വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്തോത്രം. യേശു ക്രിസ്തു, അതേ സ്തോത്രം, നമ്മളെ മുമ്പേ നമ്മളെ നയിക്കുന്നവനായ കർത്താവ് യേശു ക്രിസ്തു. നമുക്കൊരു ഉടമസ്ഥനുണ്ട്, നമുക്കൊരു അവകാശിയുണ്ട്, നമുക്കൊരു രക്ഷകനുണ്ട്, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. അവൻ നമ്മളെ സ്തോത്രം ദിനം പ്രതി ആ അവകാശത്തോടെ, ആ അധികാരത്തോടെ, ആ ഉത്തരവാദിത്വത്തോടെ, ആ സ്തോത്രം തേജസ്സോടെ, ആ കൃപയോടെ, ആ മഹത്വത്തോടെ അവിടുന്ന് തന്ന ആയുസ്സിനെ നമുക്ക്
നമുക്ക് സ്തോത്രം നമ്മളെ മേൽ വെച്ച്, നമ്മുടെ ശരീരത്തിന്മേൽ വെച്ച് നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന കർത്താവ് യേശു ക്രിസ്തു വിളിച്ചു പറയുന്നു, ആമേൻ, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. ഇന്നലെ വരെ ഒരു സെന്റ് ഭൂമിയില്ലായിരുന്ന, ഇന്നലെ വരെ അടിസ്ഥാന സൗകര്യങ്ങളില്ലായിരുന്ന, ഇന്നലെ വരെ ഒരു സാധ്യതയില്ലായിരുന്ന സ്ഥാനത്ത് ഇസ്രായേൽ പലപ്പോഴും മിസ്രയീമിൽ ഫറവോന്റെ അടിമത്വത്തിലായിരിക്കുന്നു. അതെ, മുന്നേറുവാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികൾ അവർ നേരിടുമ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചു. എന്തിനാ? കർത്താവ് യേശു ക്രിസ്തുവിനെ ഒന്ന് ആരാധിക്കണം. ഒരു സ്ഥലത്തിന് വേണ്ടിയല്ല, സ്തോത്രം, ഒരു വസ്തുതകൾക്ക് വേണ്ടിയല്ല. ആ അടിമ മുഖങ്ങളിൽ നിന്ന് ഒരു മോചനം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ദൈവത്തെ മനുഷ്യൻ ആരാധിക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകം സങ്കീർത്തനത്തിൽ പറയുന്നത്, സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട്, ആമേൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഉണ്ടോ എന്ന് കാണാൻ സ്വർഗത്തിലേക്ക് കർത്താവ് യേശു ക്രിസ്തു നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം, നോക്കിക്കൊണ്ടിരിക്കുന്നു. ആമയെ സ്തോത്രം. അതുകൊണ്ട് യെശയ്യാവ് സ്തോത്രം 40 പറയുന്നു, ആമയെ സ്തോത്രം, നോക്കണമേ, തൻ്റെ ജനത്തിൻ്റെതായ കഷ്ടതകളെ കാണുന്നതായ ദൈവം. സ്തോത്രം, ആമേ, ബലശാലിയായി 40:10 പറയുന്നു, അവൻ ബലശാലിയായി തൻ്റെ ജനത്തെ നയിക്കുന്നു. അതുകൊണ്ട് ഇന്ന് സ്തോത്രം പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഞാനെന്ന അവകാശത്വവാദത്തെ വിട്ട്, ആമയെ സ്തോത്രം, യേശു ക്രിസ്തുവിനെ ആ അധികാരത്തെ കൊടുത്തുകൊണ്ട് എന്നെ നയിക്കുന്ന, എൻ്റെ കുടുംബത്തെ നയിക്കുന്ന, എൻ്റെ തലമുറയെ നയിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്തോത്രം, ആരോഗ്യമെങ്കിൽ, ജോലിയെങ്കിൽ, സാമ്പത്തികമെങ്കിൽ, ആമയെ സ്തോത്രം, നോക്ക്, മറ്റെന്ത് ആമയെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നോ, എന്ത് നഷ്ടപ്പെട്ടു പോയോ അത് തരാൻ കഴിവുള്ളവൻ സ്തോത്രം നമ്മളെ കാണാതിരിക്കുന്നില്ല, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളെ അറിയാതിരിക്കുന്നില്ല, നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളെ കണ്ണുനീരിനെ ഒപ്പുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് മിസ്രയീമിലായിരുന്ന ജനത്തെ വിടുവിക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നിയതുപോലെ, ഇഷ്ടം തോന്നിയതുപോലെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവമക്കളെ വിടുവിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരം, സ്തോത്രം, ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വരുന്നുണ്ട്. അതെ, വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ആമയെ ഇസ്രായേൽ മക്കളെ വിടുവിച്ചു കൊണ്ടുവരികയാണ്. സ്തോത്രം. ഇപ്പോൾ ഒരുപാട് സ്തോത്രം പിന്തുടർച്ചകളുണ്ടായി. ഫറവോൻ അവരെ പിന്തുടർന്നു. 6000 രഥങ്ങൾ സ്തോത്രം അവനെ പിന്തുടരുമ്പോൾ അതിനെല്ലാം വെള്ളത്തിൽ മുക്കി, ആമയെ സ്തോത്രം, ഒരു ശക്തി പോലും ഇസ്രായേലിനെ പിന്തുടരാതെ അതിനെല്ലാം തകർത്തുകൊണ്ട്, മാനുഷിക കരങ്ങളെ തകർത്തു, പൈശാചിക മണ്ഡലങ്ങളെ ഉടച്ചുകൊണ്ട് ആമയെ തൻ്റെ ജനമായ ഇസ്രായേലിനെ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്നു. ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിക്കുന്ന മാത്രമല്ല, സ്തോത്രം, ആ സ്ഥലത്ത് അവര് ആമയെ പാർക്കേണ്ടതിന് ദൈവം അവർക്കൊരു സ്ഥലം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അതേ, സ്തോത്രം, വാഗ്ദത്ത കനാൻ, സ്വർഗരാജ്യത്തിന്റെ നിഴലാണ് കനാൻ ദേശം. നമുക്കറിയാം, ഒത്തിരി പ്രയാസത്തിലൂടെ, ഒത്തിരി വേദനയിലൂടെ, ഒത്തിരി കണ്ണുനിലൂടെയാണ് അവിടെ എത്തുവാൻ സ്തോത്രം ഇടയായി തീർന്നത്. എങ്കിലും ആമയെ സ്തോത്രം, രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, ആമയെ സ്ഥാനപ്പെട്ടിരിക്കുന്ന, അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ദൈവവിളിയുള്ള ദൈവമക്കൾക്ക് ഒത്തിരി കഷ്ടതയുണ്ട്. പക്ഷേ ആ കഷ്ടതകൾ അധികം കാലം നമ്മളെ പിന്തുടരുകയില്ല, ആ വേദനകൾ അധികം പിന്തുടരുകയില്ല. അതിന് സ്തോത്രം തക്കവണ്ണം ആ വേദനകൾ എടുത്തു മാറ്റുന്ന, ആ കഷ്ടതകൾ എടുത്തു മാറ്റുന്ന ആമേ സ്തോത്രം, നമ്മുടെ കർത്താവ് യേശു ബലശാലിയായി നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരും. അവിടെ പറയുന്നത്, എൻ്റെ ജനമായ ഇസ്രായേലിനെ, എൻ്റെ ജനമായ ഇസ്രായേലിനെ. അപ്പോൾ നമുക്ക് ഇന്നലെ വരെ ഒരു ഉടമസ്ഥൻ ഇല്ല എന്ന്, ഇന്നലെ വരെ നമ്മളെ നയിക്കുവാൻ ആരുമില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാൻ അനാഥനെന്ന്, ഞാൻ വിധവയെന്ന്, സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ അയ്യോ ഒറ്റവരും ഉടയവരും കൈവിട്ടെന്ന് വിളിച്ചു പറയുന്നുവെങ്കിൽ ആമയും മറക്കരുതേ. സ്തോത്രം, ദാവീദ് പറഞ്ഞതുപോലെ അപ്പനും അമ്മയും സഹോദരങ്ങളും എന്നെ ഉപേക്ഷിച്ചു, പക്ഷോ ദൈവം എന്നെ ചേർത്തുകൊണ്ടോ. ആരൊക്കെ ഞങ്ങളെ തള്ളിക്കളയട്ടെ, സ്തോത്രം, ആരൊക്കെ ഉപേക്ഷിച്ച് കളയട്ടെ, ദൈവം നമ്മളെ ചേർത്തുകൊണ്ട് ഇതാ സ്തോത്രം, ആമേ, ഇതാ എൻ്റെ ജനമായ ഇസ്രായേൽ ഞാനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും സ്തോത്രം, അവര് സ്വന്തം ദേശത്ത്, ശ്രദ്ധിക്കണം, സ്വന്തം ദേശത്ത് നമ്മളേതെന്ന് പറയുവാൻ ഒന്നുമില്ലായിരുന്ന സ്ഥാനത്ത് ദൈവം ഒരു വീട് തന്നുവെങ്കിൽ, ദൈവം ഒരു ജോലി തന്നുവെങ്കിൽ, ദൈവം ഇപ്പൊ സാമ്പത്തികം തന്നുവെങ്കിൽ, ദൈവം ശാരീരിക സൗഖ്യങ്ങൾ തന്നെങ്കിൽ, ദൈവം തലമുറയെ തന്നെങ്കിൽ, ആമേ സ്തോത്രം, അത് നമ്മളതല്ല, അത് ദൈവത്തിന്റെ വകയാണ്, ദൈവത്തിന്റെ ധ്യാനമാണ്. ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ഓരോ പ്രഭാതത്തിലും, ഓരോ സ്തോത്രം രാത്രികളിലും,
ഓരോ സമയങ്ങളിലും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകേണ്ട ആമേൻ മണിക്കൂറുകളാണ് സ്തോത്രം, സമയങ്ങളാണ്. അതുകൊണ്ടാണ് സ്തോത്രം 119 സങ്കീർത്തനം 147 വാക്യത്തിൽ ഭക്തനായ ദാവീദ് വിളിച്ചു പറയുന്നത്, ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് എൻ്റെ ദൈവത്തെ പ്രാർത്ഥിക്ക്. സ്തോത്രം. തീർന്നില്ല. വേദപുസ്തകത്തിൽ ഭക്തൻ വിളിച്ചു പറയുന്നു, ആമേ രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിന്റെ വചനത്തെ സ്തോത്രം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് ഉറക്കമിളിച്ചിരിക്കുന്നു, യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ ദൗത്യം ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഇന്നലെ വരെ വസ്തു ഇല്ലായിരുന്നിടത്ത് വസ്തുക്കളെ തരാൻ, ഇന്നലെ വരെ വീടില്ലായിരുന്നിടത്ത് വീട് തരാൻ, ഇന്നലെ വരെ ജോലി നഷ്ടപ്പെട്ട സ്ഥാനത്ത് തൊഴിൽ തരുവാൻ, ഇന്നലെ വരെ കുടുംബത്തിനകത്ത് സമാധാനമില്ലായിരുന്നുവെങ്കിൽ സമാധാനത്തെ തരുവാൻ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന സമ്പത്തുകളും ഇന്നലെ വരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളും നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് സകലതും തന്ന് നിന്നെ സ്തോത്രം ദേശത്തിൽ ഉറപ്പിച്ച് നീ സ്വന്തം ദേശത്തിൽ പാർത്ത് വിശ്വസ്തത ആചരിച്ച് നീ ഒരു ദൈവ പൈതലായി ദൈവത്തോട് സ്തോത്രം കൂടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ സ്തോത്രം. അതുകൊണ്ട് വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു, ഇന്ന് ഹൃദയത്തിന്റെ ഉള്ളറയിൽ അകത്തളത്തിൽ ഒരു തീരുമാനമെടുക്കുക. കർത്താവിന്റെ കൂടെയുണ്ട്, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ. അപ്പോൾ നമുക്കൊരു ഉടമസ്ഥനുണ്ട് കേട്ടോ, നമുക്കൊരു അവകാശി ഉണ്ട് കേട്ടോ. നമ്മളെ സ്തോത്രം ലോകത്തിൽ ആർക്കും നമ്മളെ അവകാശം പറയാൻ കഴിയത്തില്ല, ലോകത്തിൽ ആർക്കും നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. സ്തോത്രം കൊച്ചാക്കി കാണാൻ കഴിയും, തകർത്ത് കളയുമെന്ന് പറയും വാക്കുകൊണ്ട്. പക്ഷേ തകർക്കാൻ കഴിവുള്ള ഒരുവൻ, പണിയാൻ കഴിവുള്ളതുപോലെ തകർക്കാൻ കഴിവുള്ള ഒരുവൻ ആമയെ നമ്മളെ പണിതിരിക്കുകയാണ്. അതുകൊണ്ട് സ്തോത്രം, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഒരു സ്ഥലം ഞാൻ കൽപ്പിച്ചു കൊടുക്കും, ഒരു സ്ഥലം ഞാൻ കൽപ്പിച്ചു കൊടുക്കും. ആമേ സ്തോത്രം. അവർ സ്വന്തം ദേശത്ത് പാർപ്പിക്കേണ്ടതിന് ഞാൻ അവരെ അവിടെ നട്ട് അവരെ പാർപ്പിക്കും. ക്രിസ്തു എന്ന യുഗങ്ങളുടെ പാറമേൽ ദൈവം നമ്മളെ നട്ടിരിക്കുകയാണ്. തൻ്റെ മക്കളെ എവിടെ നട്ടിരിക്കുന്നു? സ്തോത്രം. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി ഭക്തൻ പറഞ്ഞു, എൻ ഭവനത്തെ സുസ്ഥിതമാക്കി എൻ്റെ നാവിലൊരു പുതിയ പാട്ട് തന്നു. അത് കേട്ടപ്പോൾ അനേകർ ആശ്ചര്യപ്പെട്ടു. ഇന്നലെ വരെ കയ്യടിയില്ലായിരുന്ന, ഇന്നലെ വരെ പ്രാർത്ഥനയില്ലായിരുന്ന, ഇന്നലെ വരെ ആരാധനയ്ക്ക് വിട്ടുകൊടുക്കാത്ത നിന്റെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുത്ത് നോക്ക്, നിന്റെ കുടുംബത്തെ വിട്ടുകൊടുത്ത് നോക്ക്, നിന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഉപദേശിച്ച് ആരാധിക്കുവാൻ പറഞ്ഞു നോക്ക്. ഇന്നു മുതൽ ഒരു വലിയ മാറ്റം, ഇന്നു മുതൽ ഒരു വലിയ അത്ഭുതം, ഇന്നു മുതൽ ഒരു വലിയ വിടുതൽ സ്തോത്രം നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ശക്തമായി വെളിപ്പെടുത്തുന്ന ആമേ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. ആമേ അവരെ സ്വന്തം ദേശത്തിൽ പാർത്ത്. ഹല്ലേലൂയ. ഇനി ആമേ അവിടെ നിന്ന് ഇളകി പോകാതെ ഞാൻ അവരെ നട്ടിരിക്കുന്നു. സ്തോത്രം. നോക്കണമേ, പഴയ നിയമത്തിൽ ന്യായാധിപന്മാരെ അവർക്ക് ആക്കിക്കൊടുത്ത കാലം പോലെ സ്തോത്രം ഞാൻ അവർക്ക് ന്യായാധിപന്മാരെ ആക്കിക്കൊടുക്കും. ദൈവത്തിൻ്റെ ദൂതന്മാരെ കൊണ്ട് സംരക്ഷിച്ച് ദൈവം നമ്മളെ സുരക്ഷിതമായ സ്തോത്രം സുരക്ഷിതമായ നിലകളിൽ നടത്താൻ കഴിവുള്ള കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ കയ്യാൽ ഇതെല്ലാം സാധിച്ചു എന്ന് നമ്മൾ പറയരുത്. ദൈവത്തിൻ്റെ വാക്കിനാൽ ഇതെല്ലാം കാണുന്ന ഭൂമിയെയും ദൈവം വാക്കിനാൽ സൃഷ്ടിച്ചു. മനുഷ്യനെ മാത്രം ദൈവത്തിൻ്റെ കൈവെള്ളയാൽ സ്തോത്രം ദൈവം ആമേ നിർമ്മിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതേ സ്തോത്രം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള വലിയ തെളിവ് സ്തോത്രം ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സ്തോത്രം നോക്കണമേ ആമേ രക്തം ധാരധാര ഒഴുക്കുമ്പോൾ പീലാത്തോസിന്റെ സ്തോത്രം ആമേ കൽത്തളത്തിൽ വെച്ച് ഒന്ന് പിറകെ 39 അടിയേറ്റ് പുറത്തു വരുമ്പോൾ പീലാത്തോസ് ചോദിച്ചു, ആമേ എനിക്ക് നിന്റെ മേൽ കുറ്റം ചുമത്താൻ അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലോ? യേശു കൊടുത്ത മറുപടി, ഉയരത്തിൽ നിന്ന് നിനക്ക് അധികാരം ലഭിക്കാത്തത് കൊണ്ട് എന്റെ മേൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആമേ സ്തോത്രം. ഉയരത്തിലെ ദൈവം ആരാ? എൻ്റെ കർത്താവ് യേശു. ഉയരത്തിലെ ശക്തി ആരാ? യേശു ക്രിസ്തു. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തിന്റെ കണ്ണുനീരൊപ്പുന്ന എൻ്റെ ജനത്തിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ കർത്താവ് യേശു ക്രിസ്തു ഇളകിപ്പോകാത്ത ആമേ സ്തോത്രം നോക്കണമേ തകർന്നു പോകാത്ത ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ എന്നേക്കുമായി ദൈവം സ്തോത്രം
സ്തോത്രം നോക്കണമേ. യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. പീലാത്തോസിനോട് പറഞ്ഞതുപോലെ ആമേ, പീലാത്തോസിന്റെ എംപീരിയ മുദ്രയെ പൊട്ടിച്ച് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിൽ പിടിച്ച് അധികാരമുള്ള കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ ആമേ സ്തോത്രം, ശ്രേഷ്ഠനായ ആരാധ്യനായ അത്ഭുത മന്ത്രിയായ വീരനാം ദൈവമായ നിത്യപിതാവായ സമാധാനത്തിന്റെ പ്രഭുവായ നമ്മുടെ കർത്താവിനെ പോലെ മറ്റാരുമില്ല. അതുകൊണ്ട് സ്തോത്രം ആമേ, ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ പറയുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും ആമേ സ്തോത്രം ഒരു സ്വന്തം ദേശത്തിൽ പാർത്ത്, അനേകർക്ക് സ്വന്തം ദേശത്തിൽ പാർക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നിന്നെ കഷ്ടതയിലും വേദനയിലും കടഭാരത്തിലും രോഗദുഃഖങ്ങളിലും സ്വന്തം ദേശത്തിൽ പാർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ കരമടിച്ചു പറയണം, അത് പിതാക്കന്മാരുടെ കാലത്തുള്ളതോ നിന്റെ കാലത്തുള്ള മിടുക്കോ കഴിവോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ മാത്രം, ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ഈ ദേശത്തിൽ പാർത്ത് വിശ്വസ്തത ആചരിച്ചു നിന്നാൽ ആമേ ഇളകി പോകാത്ത ദൈവരാജ്യത്തിൽ നമുക്ക് പാർക്കുവാനും ആമേ സ്തോത്രം നോക്കണമേ, കർത്താവിന്റെ ദാസന്മാരോടൊപ്പം തന്റെ ഭക്തന്മാരോടൊപ്പം 1000 ആണ്ട് കുഞ്ഞാടാം യേശു ക്രിസ്തുവിനെ 24 മണിക്കൂർ 24 സമയം യഹോവയായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സാറാവുകൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നുയർന്ന് ദൈവത്തിന് ആരാധിക്കുന്ന പോലെ അവിടെയും നമുക്ക് ആരാധിക്കുവാനും അടിസ്ഥാനമുള്ള ഇളകിപ്പോകാത്ത രാജ്യത്തിന്റെ അവകാശം തീരുവാനും ഈ വചനങ്ങളാൽ ദൈവം നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, കഴിഞ്ഞ നാളിലൊക്കെ ഞങ്ങൾക്ക് വലിയ തെറ്റിദ്ധാരണകളുണ്ടായി. ആമേ സ്തോത്രം, ഞാൻ എന്ന വാക്കിന് വലിയ പ്രസിദ്ധി ഉണ്ടെന്ന്. ഇല്ല, ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു, സ്തോത്രം, ഞാനാകുന്നവൻ ഞാനാകുന്നു, അത് കർത്താവ് യേശുവാണ്. ഞാൻ എന്ന അവകാശി കർത്താവേ, എനിക്കൊരു അവകാശിയുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. കർത്താവ് ഞങ്ങളെ സ്തോത്രം സമർത്ഥമായി നടത്തണം. നമ്മുടെ കഷ്ടതകളെ, വേദനകളെ, കണ്ണുനീരുകളെ, രോഗങ്ങളെ മാറ്റി ഈ മിനിസ്ട്രിയുടെ സ്ഥാപകനെയും ആമേ സ്തോത്രം കൂടെ ആയിരിക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിക്ക് ആവശ്യമായിരിക്കുന്ന നന്മകളെ കൊടുക്കും. അതിനെ താഴ്ത്തുന്ന ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. ജീവനുള്ള നല്ല പിതാവേ, ആമേ ആമേ. என் கிருபை உனக்கு போதும், என் கிருபை உனக்கு போதும், பலவீனத்தில் என் பலமோ பூரணமாய் விளங்கும், பலவீனத்தில் என் பலமோ பூரணமாய் விளங்கும், என் கிருபை உனக்கு போதும். பயப்படாதே, உன்னை மீட்டுக் கொண்டேன், எனக்கே நீ சொந்தம். பயப்படாதே, உன்னை மீட்டுக் கொண்டேன், எனக்கே நீ சொந்தம். பெயரிட்டு நான் உன்னை அழைத்தேன், எனக்கே நீ சொந்தம். பெயரிட்டு நான் உன்னை அழைத்தேன், எனக்கே நீ சொந்தம். என் கிருபை உனக்கு போதும். உலகத்திலே துயரம் உண்டு, திடம் கொள்ளின் மகனே,
அன்பினால் உலகத்தை நான் ஜெயித்தேன். என் கிருபை உனக்கு போதும். உனக்கெதிரான ஆயுதங்கள் வாய்க்காதே போகும். உனக்கெதிரான ஆயுதங்கள் வாய்க்காதே போகும். இருக்கின்ற பலத்தோடே தொடர்ந்து போராடு. இருக்கின்ற பலத்தோடு தொடர்ந்து போராடு. என் கிருபை உனக்கு போதும். எல்லா வகையிலும் நெருக்கப்பட்டும் ஒடுங்கி நீ போவதில்லை. எல்லா வகையிலும் நெருக்கப்பட்டும் ஒடுங்கி நீ போவதில்லை. கலங்கினாலும் மனம் முறிவதில்லை, கைவிடப்படுவதில்லை. கலங்கினாலும் மனம் முறிவதில்லை, கைவிடப்படுவதில்லை. என் கிருபை உனக்கு போதும். என் கிருபை உனக்கு போதும். பலவீனத்தில் என் பலமோ பூரணமாய் விளங்கும். பலவீனத்தில் என் பலமோ பூரணமாய் விளங்கும். என் கிருபை உனக்கு போதும்.